പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുന്ദരമായ ഈ സായാഹ്നത്തിൽ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ചാവറയച്ചന്റെ കൈനകരിയിലെ ജന്മഗ്രഹത്തിലേക്കുള്ള ഒരു യാത്രയാണ്. വേമ്പനാട്ട് കായലിലൂടെ, പുന്നമട കായലിലൂടെ, കുട്ടനാടിന്റെ മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നാം ചെന്നെത്തുക ചാവറ കടവിലാണ്. അവിടെ നിന്നും 5 നിമിഷം നടന്നാൽ നമുക്ക് ചാവറ ഭവനിലെത്താം. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ ജന്മഗ്രഹം. ഇവിടെ ഈ വള്ളവും വെള്ളവും അതുപോലെ ഈ ഫോറിനേഴ്സിന്റെ, വിദേശീയരുടെ ഈ ബോട്ട് യാത്രയും എല്ലാം ആകർഷിച്ച് ഒരു ആശ്വാസ കേന്ദ്രമായിട്ട് നിൽക്കുന്നത് ചാവറയച്ചന്റെ ഈ ഓല വീടാണ്, ജന്മഗ്രഹം. ഇതുപോലെയുള്ള ബോട്ട് യാത്രകളിലൂടെ മാത്രമേ, ഈ വള്ളത്തിലൂടെ നമ്മൾ ബസ്സിൽ റോട്ടിൽ യാത്ര ചെയ്യുന്നത് പോലെ ഇവിടെയുള്ള മക്കളുടെ ഉപജീവന മാർഗമാണ് ഈ ബോട്ട് യാത്ര. വഞ്ചിയോ ഒരു കൊച്ചു ബോട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഹൗസ് ബോട്ടുകളോ, അതാണ് ഇവരുടെ ഉപജീവന മാർഗം. നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് പോലെ ഇവിടെ ഈ ബോട്ട് കടന്നു പോകുമ്പോൾ ഓരോ കടവിലും ഈ മക്കൾ യാത്രയ്ക്കായിട്ട് അവര് ബസ് സ്റ്റോപ്പിൽ എന്ന പോലെ കടവുകളില് അവര് കാത്തു നിൽക്കുന്നു. ഇതാണ് അവരുടെ ഉപജീവന മാർഗം. യാത്ര ചെയ്യുന്നതും ഈ ബോട്ടുകളിലൂടെ തന്നെ. പ്രിയപ്പെട്ടവരെ, ഈ സമയം സിസ്റ്ററുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഒരു ദൈവവചനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിതരാകുന്നില്ല. അവർ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അതിന്റെ ഇലകൾ പച്ചയാണ്. അതെപ്പോഴും ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. കാരണം അതിന്റെ വേരുകൾ ജലാശയത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു തിരുവചനമാണ് സങ്കീർത്തനങ്ങൾ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ വചനത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതുമായ, ഇല കൊഴിയാത്തതുമായ സരള വൃക്ഷം പോലെയാണ് അവൻ. അവന്റെ പ്രവർത്തികൾ സഫലമാകുന്നു. പ്രിയപ്പെട്ടവരെ, സിസ്റ്റർ കഴിഞ്ഞ ടോക്കുകളിലെ വചന പ്രഘോഷണത്തിലെ സിസ്റ്റർ പങ്കുവെച്ചു എങ്ങനെയാണ് ഫുൾ ടൈമറായിട്ട് ദൈവം സിസ്റ്ററിനെ എടുത്ത് ഉയർത്തുന്നത്. റോമ 9:17 ഭൂമിയിലെങ്ങും എന്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നതിനും എന്റെ നാമത്തിന്റെ ശക്തി നിന്നിലൂടെ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഇത്രമാത്രം ഉയർത്തിയത്. സിസ്റ്ററും സിസ്റ്ററിന്റെ കൂടെ ജീവിക്കുന്ന മറ്റൊരു സിസ്റ്ററും കൂടി, 2 പേരും കൂടി ഗാകുൽത്ത ധ്യാന കേന്ദ്രം കാണാനായിട്ട് ഞങ്ങൾ ഒരു ദിവസം പോയി. ആദ്യമായിട്ടാണ്, ഇപ്പോൾ 5-6 വർഷങ്ങൾക്ക് മുൻപാണ് ഗാകുൽത്ത ധ്യാന കേന്ദ്രം കണ്ടിട്ടില്ല. അത് കാണാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ ആ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ എല്ലാവരും അവിടുത്തെ ഡയറക്ടർ അച്ഛന്റെ കൈവെപ്പ് പ്രാർത്ഥനയ്ക്കായിട്ട് വരിയായിട്ട് നിൽക്കുന്നു. അപ്പൊ ഞങ്ങളും വരിയിൽ ചെന്ന് നിന്നു. അപ്പൊ പ്രേക്ഷകർ വന്ന് പറഞ്ഞു, സിസ്റ്റേഴ്സ് ഒന്നും വരിയിൽ നിൽക്കണ്ട, നിങ്ങൾ നേരിട്ട് തന്നെ അച്ഛന്റെ മുറിയിലേക്ക് നിങ്ങൾക്ക് പോകാം, അതിനുള്ള അനുവാദമുണ്ട്. അങ്ങനെ ഞങ്ങളെ പ്രേക്ഷകര് വരിയിൽ നിന്നും മാറ്റി അച്ഛന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. എന്റെ മുന്നിലുള്ള ഒരു സീനിയർ സിസ്റ്ററാണ്. സിസ്റ്റർ അച്ഛന്റെ മുൻപിൽ മുട്ടുകുത്തി, അച്ഛൻ കൈവച്ച് ഈ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു. അടുത്തത് ഞാൻ കടന്നു ചെല്ലുകയാണ്. അപ്പൊ അതുവരെ സിസ്റ്റർ വചന പ്രഘോഷണത്തിനൊക്കെ പല സ്ഥലത്തേക്കും പോകാറുണ്ട്. പക്ഷെ ഗിഫ്റ്റഡ് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ശുശ്രൂഷ അന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛന്റെ മുറിയിലേക്ക് കടന്നു ചെന്നു. ഡയറക്ടർ അച്ഛന്റെ മുൻപിൽ ഞാൻ മുട്ടുകുത്തുകയാണ്. അച്ഛൻ തലയിൽ, എന്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞു, സിസ്റ്റർ ഉടൻ തന്നെ ഈ ചാപ്പലിന്റെ മുകളിലുള്ള വലിയ ഹാളിലെ ഒരുപാട് പ്രേക്ഷിതരിയ്ക്കുന്നുണ്ട് കൗൺസിലിങ്ങിന് വേണ്ടി. അവിടെ 5-6 സിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ മറ്റ് അൽമായ സഹോദരങ്ങളാണ്. സിസ്റ്റർ അവിടെ ചെന്ന് കൗൺസിലിംഗ് തുടങ്ങാൻ പറഞ്ഞു. അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇതുവരെ കൗൺസിലിംഗ് ഞാൻ ചെയ്തിട്ടില്ല, ആ ശുശ്രൂഷ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. വചന പ്രഘോഷണമാണ് എന്റെ ശുശ്രൂഷ, അതിനൊപ്പം തന്നെ കോളേജിൽ പഠിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു, അങ്ങനെയല്ല, ഈശോ പറയുന്നു സിസ്റ്റർ കൗൺസിലിങ്ങിനായിട്ട് മുകളിൽ ചെന്നിരിക്കുവാൻ. എന്റെ കയ്യിലെ ഒരു ബൈബിളോ അല്ലെങ്കിൽ ഇന്ന് ഉപയോഗിക്കുന്ന പോലെ ഒരു കുരിശോ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ പ്രേക്ഷിതരോട് അച്ഛൻ പറഞ്ഞു, സിസ്റ്ററിനെ എത്രയും പെട്ടെന്ന് കൗൺസിലിംഗ് ഹാളിലേക്ക് കൊണ്ടുപോയിരുത്തുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സിസ്റ്റർ അടുത്തേക്ക് വിടരുത്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് വരുന്ന മക്കളെ സിസ്റ്ററിന്റെ അടുത്തേക്ക് വിടണമെന്ന് അവർ ഒരു ഉപദേശവും കൊടുത്തു. ഇതൊന്നും അറിയാതെ ഞാൻ ഈ കൗൺസിലിംഗ് റൂമില്
അവിടെ കുറെ ആത്മായ സഹോദരങ്ങൾ ഇരിക്കുന്നുണ്ട്. 5-6 സിസ്റ്റേഴ്സ് FCC കോൺഗ്രിഗേഷനിൽ അവരുണ്ട്. ഞാൻ അവരുടെ ഇടയിൽ എനിക്കും ഒരു കസേര ഇട്ട് തന്നു, അതിരുന്നു. ആദ്യമായിട്ട് കടന്നു വരിക നഴ്സിംഗ് ഫീൽഡിൽ നിന്ന് ഒരു കുട്ടിയാണ്. ആ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവള് ജീവിതത്തിൽ ആദ്യമായിട്ട് ആ 3-ാം കൊല്ലം PSC നഴ്സിംഗിന് തോൽക്കുകയാണ്. തോറ്റു കഴിഞ്ഞപ്പോൾ അവള് റീവാലുവേഷൻ കൊടുത്തു. എല്ലാ ടീച്ചേഴ്സും പറഞ്ഞു ഈ 2 കുട്ടികളും റീവാലുവേഷൻ കൊടുത്തു. ഇവള് നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, കൂടെയുള്ള കുട്ടി അത്ര മോശം പഠിപ്പുള്ള കുട്ടിയാണ്. പക്ഷെ റീവാലുവേഷനില് ആ കുട്ടി ജയിച്ചു, ഈ കൊച്ച് വീണ്ടും തോറ്റപ്പോൾ കൈ മുറിച്ച് ആത്മഹത്യ പ്രവണത അതിനെ അറ്റംപ്റ്റ് ചെയ്ത കുഞ്ഞിനെയാണ് സിസ്റ്ററുടെ മുന്നില് കണ്ണീരും കൈയുമായിട്ട് ഈ അമ്മയും മകളും ഇരിക്കുന്നത്. സിസ്റ്റർ മകളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു, അതിന് വേണ്ട വചനങ്ങൾ കൊടുത്തു. എനിക്ക് അന്ന് ഈ ഗിഫ്റ്റഡ് കൗൺസിലിംഗ് ഉപയോഗിച്ചിട്ടുള്ള വരദാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും എൻ്റെ ആദ്യത്തെ കൗൺസിലിംഗ് ശുശ്രൂഷ തുടങ്ങുന്നത് ഈ ഗാകുൽത്ത ധ്യാന കേന്ദ്രത്തിലാണ്. അവിടുന്ന് അങ്ങോട്ട് ഈശോ എടുത്ത് ഉപയോഗിക്കുകയായിരുന്നു. പിന്നീട് കുളത്തുവയലിലെ ഗിഫ്റ്റഡ് കൗൺസിലിംഗ് കോഴ്സ് 1 മാസം കൂടാനും അതിന്റെ സർട്ടിഫിക്കറ്റുമായി അങ്ങനെ ആ ശുശ്രൂഷയിൽ അടിക്കടി പരിശുദ്ധാത്മാവ് ഇന്ന് വിളിച്ചാൽ വെളിപ്പുറത്താണ്. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ശക്തി പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് എപ്പോഴാണ് നമ്മെ സ്പർശിക്കുക എന്നറിഞ്ഞുകൂടാ. അതുകൊണ്ട് കാത്തിരിക്കണം, തക്ക സമയത്ത് ഈശോ പ്രവർത്തിക്കും. നമുക്ക് കാത്തിരിക്കാം. കാത്തിരിപ്പിന്റെ സുവിശേഷം എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ, പരിശുദ്ധാത്മാന്റെ വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.